ഹായ് ഫ്രണ്ട്സ്, അവർ യു വെൽക്കം ടു മൈ ബ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ട്രെയിനിൻ്റെ വീഡിയോസ് മാത്രം കൂടുതൽ ചെയ്യുന്നത്, അല്ലെ ഇത് ചെയ്താൽ ആരെങ്കിലും കാണുമോ പിടിക്കുമോ എന്നൊക്കെ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിൻ സ്പോട്ടിങ് വീഡിയോ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, ഇതൊക്കെ ചെയ്താൽ ആരെങ്കിലും കാണുമോ, അല്ലെങ്കിൽ ഇതൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്താൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടാനുള്ള കാരണം ഈ ട്രെയിനുകളുടെ വീഡിയോസ് ചെയ്യുമ്പോൾ തന്നെയാണ്. പലപ്പോഴും ട്രെയിൻ സ്പോട്ടിങ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് വൈറലായിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ പഴയ മുമ്പത്തെ ചാനലിലും ഉണ്ടായിരുന്നു, ഈ ചാനലിലും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിരുന്നു പറയുന്നത് ഇന്ത്യൻ റെയിൽവേയോടൊപ്പമായിരുന്നു. കാരണം ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ച എന്ന് പറയുമ്പോൾ എന്നോടൊപ്പം തന്നെയായിരുന്നു ഇന്ത്യൻ റെയിൽവേയും വളർന്നു വന്നിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഡീസൽ എഞ്ചിനുകളെയാണ്. അല്ലാണ്ട് സ്റ്റീം എഞ്ചിനുകൾ ഉണ്ടായിരുന്നുവെങ്കിലും, പക്ഷെ സ്റ്റീം എഞ്ചിനൊക്കെ ഞാൻ ജനിച്ച സമയത്തൊക്കെ സ്റ്റീം എഞ്ചിനൊക്കെ ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ സ്റ്റീം എഞ്ചിൻ മാറി അതിന് പകരം ഡീസൽ എഞ്ചിനുകളാണ് പിന്നീട് ഇന്ത്യൻ റെയിൽവേയിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്നിരുന്നത്. പിന്നീടാണ് ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സ് വരികയും അതിനുശേഷം റെയിൽവേ ലൈനുകളെല്ലാം തന്നെ ഇലക്ട്രിഫിക്കേഷൻ ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഇന്നത്തെ നമ്മുടെ WAP4, WAP7 പോലെയുള്ള ലോക്കോമോട്ടീവ്സൊക്കെ പിന്നീടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം, ഇന്ത്യൻ റെയിൽവേയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത്തരം ആൾക്കാർക്ക് മാത്രമാണ് എൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ വെറുതെ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളിതൊക്കെ അതിനനുസരിച്ച് ബുദ്ധിമുട്ടുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് പലപ്പോഴും. അല്ലാതെ ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലെങ്കിലും നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് ദൂരത്തേക്ക് നമുക്കൊരു ലോങ് ജേർണീസ്, ഇപ്പോൾ ട്രെയിനിലൊക്കെ ലോങ് ജേർണീസ് ചെയ്യുന്ന, സ്ഥിരമായിട്ട് ലോങ് ജേർണീസ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഇന്ത്യൻ റെയിൽവേ വഴി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മെയിനായിട്ടുള്ള തീം എടുക്കാൻ കാരണം. അതിന് കൂട്ടത്തിൽ തന്നെ മറ്റുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയനെ ആശ്രയിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സോഷ്യൽ മീഡിയസിലൂടെ വീഡിയോസ് ചെയ്യുന്ന, റീൽസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി നമുക്ക് ഞാൻ പറയാൻ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഇനി മുതൽ ഇന്ത്യൻ റെയിൽവേ പ്രവർത്തനങ്ങളെയോ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിലെ ട്രെയിൻ യാത്രക്കാരെയോ ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോസ് ചിത്രീകരിക്കുകയോ അത് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഇന്ത്യൻ റെയിൽവേ തന്നെ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരുപാട് പരാതികളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ റെയിൽവേ ഇത്തരം ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള കാരണം. ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഏതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയാലും, അവനോ അവൾക്കോ അല്ലെങ്കിൽ ആരായാലും, ആണോ പെണ്ണോ വ്യത്യാസമില്ല, എല്ലാവർക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാനാണ് സാധ്യത. അപ്പോൾ ഇനി ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഇനി ആരും ചെയ്യാതിരിക്കുക. മറ്റുള്ളവർക്ക് തടസ്സമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസി ബാധിക്കുന്ന രീതിയിലുള്ള വീഡിയോ ചിത്രീകരണങ്ങൾ പരമാവധി ഒഴിവാക്കുക. റെയിൽവേ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോസ് ദയവ് ചെയ്ത് ആരും ചെയ്യാതിരിക്കുക. ഇനി അങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെതിരെ തക്കതായ ശിക്ഷ തന്നെ കിട്ടും. അത് റെയിൽവേ അനുശാസിക്കുന്ന നിയമപ്രകാരമായിരിക്കും അതിൻ്റെതായ ശിക്ഷകൾ ശിക്ഷകൾ നടപ്പിലാക്കുന്നത്. അല്ലാണ്ട് റെയിൽവേ ആണ് തീരുമാനിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ പൊതുവായിട്ടുള്ള നിയമം പോലെയുള്ള റെയിൽവേയുടെ നിയമം ഒരുപാട് വ്യത്യസ്തമാണ്. അത് ഒരു തവണയെങ്കിലും ഇത്തരം ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു ഇത് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരിക്കലും ഞാൻ എന്ത് ചെയ്താലും ആരും കാണുന്നില്ല അല്ലെങ്കിൽ ആരും കംപ്ലൈൻറ്റ് ചെയ്യില്ല
എന്നൊരു ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ സ്ട്രിക്റ്റായിട്ടുള്ള ആക്ഷൻ തന്നെ റെയിൽവേ സ്വീകരിക്കും. അതായത് മറ്റുള്ളവർക്ക് തടസ്സം ശല്യമാവുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആര് ചെയ്താലും അത് അവർക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് തന്നെ ഇന്ത്യൻ റെയിൽവേ എടുക്കും. ഇനി ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ആരും ചെയ്യാതിരിക്കുക. പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് യാത്ര ചെയ്യണം. നമുക്ക് ഒരു ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ യാത്ര ചെയ്യണം. നമുക്ക് സീറ്റ് അതൊന്നും കിട്ടാനില്ല, ജനറലിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സീറ്റ് അപ്ഗ്രേഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതായത് ഈ അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ടിക്കറ്റ് വെച്ചിട്ട് തന്നെ സ്ലീപ്പറിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. കാരണം അതിൽ സീറ്റ് വേക്കൻ്റ് ആവണം. സ്ലീപ്പറിൽ സീറ്റ് വേക്കൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനും സാധിക്കും. അത് മാത്രമല്ല, ആ ഒരു സീറ്റ് വേക്കൻ്റ് ആണെങ്കിൽ, എൻഡ് ടു എൻഡ് സീറ്റ് വേക്കൻ്റ് ആണെങ്കിൽ നമുക്ക് ആ പറയുന്നൊരു സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ട്രെയിനിലെ TT സാറുമാരോട് നമ്മൾ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് അവൈലബിലിറ്റിയിൽ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ IRCTCയുടെ ഓൺലൈൻ സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴിയോ ബുക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അത് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പറയാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇനി നമ്മുടെ ട്രെയിൻ യാത്രകൾ നടത്താനായിട്ട്. ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ദയവ് ചെയ്ത് യാത്രക്കാർക്ക് തടസ്സമാകുന്ന രീതിയിലോ അല്ലെങ്കിൽ റെയിൽവേയുടെ പ്രവർത്തനങ്ങളെ ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ ഒരു തരത്തിലുള്ള വീഡിയോ ചിത്രീകരണങ്ങളോ ദയവ് ചെയ്ത് ആരും ചെയ്യരുത്. ഇനി അഥവാ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് ശക്തമായ നടപടി ഇന്ത്യൻ റെയിൽവേ സ്വീകരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിനി വീഡിയോസ് ചെയ്യാനായിട്ട്. എന്തായാലും ഇതൊരു ചെറിയൊരു ഇൻഫോർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. അതിനായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വരും. താങ്ക് യു വെരി മച്ച്.